നരകത്തിൽ മരണ്ട്, ഷജറത്തു സഖൂം, മരം. അപ്പം ഈ ആയത്തിറങ്ങിയപ്പോൾ മക്കത്തെ മുശ്രിക്കുകളെ കുറെ ബുദ്ധിമാന്മാർ വന്നിട്ട് എന്താ ഈ മുഹമ്മദ് പറയണത്? തീയിന്റെ ഉള്ളിൽ മരമോ? ബുദ്ധിക്കെതിരെ തള്ളി. അള്ളാഹ് ആയത്തിറക്കി, നിങ്ങളെ ബുദ്ധിയോടെ വെച്ചാളി. അള്ളാഹിന്റെ ഖുർആനിലുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കണം, ചില ആളുകൾ പറയുന്നുണ്ടല്ലോ ഒക്കെ പരീക്ഷിക്കണം, ചില ആൾക്ക് വരുന്നുണ്ട്, ഒക്കെ പരീക്ഷിച്ച് ഖുർആനിൽ പറഞ്ഞ തേനാണ്, ഒക്കെ പരീക്ഷിച്ചിട്ട് നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞതാണ് തീയിൽ എന്ത് ചെയ്യും? തീയിന്റെ അടിയിൽ മരം മുളക്കും. അള്ളാഹിന്റെ ഖുർആനിൽ ഷജറത്തു സഖൂം. അപ്പൊ ഒരു യുക്തിവാദി ചോദിക്കാണ് ഈ ആളുകളോട്, കാരണം എല്ലാം ബുദ്ധിന്റെ അടിസ്ഥാനത്തിൽ, പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കണം എന്നാണ്. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ തീയിന്റെ ഈ ആയത്തിൽ വിശ്വസിക്കണമെങ്കിൽ, ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ തീയിന്റെ ഉള്ളിൽ മരം മുളപ്പിച്ച് കാണിച്ചു തരണം. കയ്യോ? ഇജ്ജ് വിശ്വസിക്കണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ പോരെ? ആർക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ കാര്യം ഇത്രയും മുജാഹിദികൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അമാനിമലി കൃത്യമായി പറഞ്ഞ് ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. വിശുദ്ധ വിദ്യുപയോഗിക്കണമെന്നല്ല പറഞ്ഞത്. ഗ്രന്ഥകർത്താവിന്റെ അഭിപ്രായം ശരിയാണെന്ന് അധികമൊന്നും ആലോചിക്കാതെ തന്നെ ഇന്നത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ, അഥവാ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഹദീസുകളെ പരിശോധിച്ച് അതൊക്കെ പിന്നെ വൈഫും സഹിയൊക്കെ വേർതിരിച്ച് ഇന്നത് മൗലൂദ് നമുക്ക് പറ്റാത്ത ബുദ്ധിന്റെ അടിസ്ഥാനത്തിലൊക്കെ പിന്നെ തള്ളിക്കളയുന്ന പ്രവണത അത് ശരിയല്ല. അമാനി മൗലവിയുടെ ഇതിൽ ഒരു മാത്രം 33-ാമത്തെ പേജിലുണ്ട്, 105-ലുണ്ട്, 39-ലുണ്ട്, 237-ലുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കണം. ഞാൻ പേജ് നമ്പർ പറഞ്ഞെന്താ വെച്ചാൽ അത് വായിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം.